Hi everyone, Dr. Manjula here. അപ്പോൾ നഴ്സിംഗ് റിസർച്ചിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് റിസർച്ച് ഡിസൈൻസ്. അതാണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻസ് നമുക്ക് നോക്കാം. ആദ്യത്തേത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നൊക്കെ ഉള്ളത് നമ്മുടെ പ്രീവിയസ് സെഷൻസിൽ നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. എന്താണ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ? എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, അത് ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇഫക്റ്റ് നമ്മൾ നോക്കുകയാണ് എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ലെവൽ ഓഫ് എന്താ പറയുക റിസൾട്ട് തരുന്നത് RCT ആണ്, റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ്. സോ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ടെസ്റ്റ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് യൂസിങ് കൺട്രോൾഡ് ഇൻ്റർവെൻഷൻസ്. ഇവിടെ മൂന്ന് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ ദർ വിൽ ബി റാൻഡമൈസേഷൻ, ദർ വിൽ ബി എ കൺട്രോൾ ഗ്രൂപ്പ് ആൻഡ് ദർ വിൽ ബി ആൻ ഇൻ്റർവെൻഷൻ. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനെ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുകയുള്ളൂ, അല്ലെങ്കിൽ RCT എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡമൈസേഷൻ വേണം, ഒരു കൺട്രോൾ ഗ്രൂപ്പ് വേണം, പിന്നെ അവിടെ ഒരു ഇൻ്റർവെൻഷനും വേണം. അപ്പോൾ ഇൻ്റർവെൻഷൻ കൊടുക്കുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഇഫക്റ്റിനെ കമ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്നും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയും. ഇനി അടുത്തത് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. എന്താണ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ? ഈ മൂന്ന് കാര്യം ഞാനിവിടെ പറഞ്ഞു. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്വാസി എക്സ്പെരിമെൻ്റൽ എന്ന് പറയും. അപ്പോൾ എക്സ്പെരിമെൻ്റൽ എന്ന് വാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു എക്സ്പെരിമെൻ്റ് എന്തായാലും വേണം, അല്ലേ? അപ്പോൾ എക്സ്പെരിമെൻ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? എക്സ്പെരിമെൻ്റ് ഇഫക്റ്റ്. നമ്മൾ എന്തിനാണ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഇഫക്റ്റ് അറിയാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് അറിയണമെങ്കിൽ ദർ ഷുഡ് ബി എ കൺട്രോൾ ഗ്രൂപ്പ്. അപ്പോൾ അതും ഉണ്ട്. പിന്നെ എന്താണ് ഇല്ലാത്തത്? റാൻഡമൈസേഷൻ. അപ്പോൾ റാൻഡമൈസേഷൻ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അതിനെ ക്വാസി എക്സ്പെരിമെൻ്റൽ എന്ന് പറയും. പക്ഷെ മറ്റ് രണ്ട് കാര്യങ്ങളും ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്, ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റും ഉണ്ട്. ഓക്കെ. മൂന്നാമത്തത് നോൺ എക്സ്പെരിമെൻ്റൽ. നോൺ എക്സ്പെരിമെൻ്റൽ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെയുണ്ട്, എക്സ്പെരിമെൻ്റ് അവിടെ ഇല്ല. പിന്നെ എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്? നമ്മൾ വെറുതെ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നു. ദർ ഇസ് ഓൺലി ഒബ്സർവേഷൻ വിത്തൗട്ട് മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എക്സ്പെരിമെൻറ്റിനെയാണ് മാനിപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെറുതെ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. We are not giving anything, we are not touching the group, but just you are observing it and reporting what is happening. അതാണ് നോൺ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ഡിസൈൻ എന്നും പറയും. സോ ഇവിടെ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ സർവേ റിസർച്ചസ്, കേസ് സ്റ്റഡീസ്, ഇതൊക്കെ നോൺ എക്സ്പെരിമെൻ്റലിൽ വരുന്നതാണ്. അടുത്തത് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ. ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഈ ഡിസൈനിൽ നമ്മൾ ചില ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്ത് വയ്ക്കുന്നു. അതാണ് ഫോർ എക്സാമ്പിൾ പ്രിവലൻസ് സ്റ്റഡീസ്. ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഡിസൈനാണ്. വി ആർ ജസ്റ്റ് ട്രൈങ് ടു എക്സ്പ്ലോർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫിനോമിന. ഓക്കെ. അഞ്ചാമത്തത് കോറിലേഷണൽ ഡിസൈൻ. അപ്പോൾ കോറിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വി ആർ ട്രൈങ് ടു എക്സാമിൻ ദ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ വേരിയബിൾസ് വിത്തൗട്ട് എനി ഇംപ്ലൈയിങ് എനി കോസേഷൻ. അവിടെ ജസ്റ്റ് വി ആർ ട്രൈങ് ടു എന്തെങ്കിലും കോസ് ഇഫക്റ്റ് അല്ല നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുക, എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കോറിലേഷണൽ ഡിസൈനിൽ. നെക്സ്റ്റ് ഡിസൈൻ ഇസ് ക്രോസ് സെക്ഷണൽ ഡിസൈൻ. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഡേറ്റ കളക്ട് ഒരൊറ്റ പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം. അപ്പോൾ ഒരു പല പോയിന്റ് ഓഫ് ടൈമിലല്ല, ഒരു നമ്മളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു മേ ബി ലൈക്ക് മെയ് മാസം മുതൽ ജൂലൈ മാസം വരെ ഒരു 3 മാസത്തേക്ക് നമ്മളത് ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ക്രോസ് സെക്ഷണൽ ഡിസൈൻ എന്ന് പറയും. സോ ഓൺലി ഫോർ വൺ സിംഗിൾ പോയിന്റ് ഓഫ് എ പോയിന്റ് ഇൻ ടൈം വി ആർ ഒബ്സർവിങ് ദം. രണ്ടാമത്തത് ലോഞ്ചിറ്റ്യൂണൽ ഡിസൈൻ. ലോഞ്ചിറ്റ്യൂണൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ടൈം പീരീഡ്സിൽ. ഇപ്പോൾ നമ്മൾ അസസ് ചെയ്യുന്നു, പിന്നെ 6 മാസം കഴിഞ്ഞ് അസസ് ചെയ്യുന്നു, 1 വർഷം കഴിഞ്ഞ് അസസ് ചെയ്യുന്നു. ഓക്കെ. സോ ദാറ്റ് ഇസ് കോൾഡ് എസ് longitudinal design. Multiple time points
multiple points of observation along a period of time. മൂന്നാമത്തത് കേസ് കൺട്രോൾ സ്റ്റഡി. എന്താണ് കേസ് കൺട്രോൾ സ്റ്റഡി? അവിടെയും ഒരു കേസ് ഉണ്ട്, ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. സോ വി ആർ ഇവിടെ എന്താണ് നമ്മൾ വി ആർ ട്രൈങ് ടു ഐഡൻറ്റിഫൈ ദ കോസസ്. ലൈക്ക് യു കമ്പയർ ഗ്രൂപ്പ്സ് വിത്ത് ദ കോസ് ആൻഡ് വിത്തൗട്ട് ദ കോസ്. എന്നിട്ട് നമ്മൾ ഈ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഇഫക്റ്റ് എന്താണ്, ഈ രണ്ട് ഗ്രൂപ്പിൽ എന്ത് ഇഫക്റ്റാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്മോക്കിങ് ലങ് ക്യാൻസറും നമ്മളതൊരു കേസ് കൺട്രോൾ സ്റ്റഡി ആയിട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് അത് പഠിക്കുന്നത്? ഒരു ഗ്രൂപ്പ് ഓഫ് സ്മോക്കേഴ്സിനെ എടുക്കും, ഇന്നൊരു ഗ്രൂപ്പ് ഓഫ് നോൺ സ്മോക്കേഴ്സിനെ എടുക്കും. ഈ സ്മോക്കേഴ്സിനെയാണ് നമ്മൾ കേസ് എന്ന് പറയുന്നത്, നോൺ സ്മോക്കേഴ്സിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിക്കലായിട്ടുള്ള കേസസിനെയും കൺട്രോളിനെയും എടുത്തിട്ട് നമ്മൾ ഇവർ രണ്ട് ഗ്രൂപ്പിനെ ഒരുപോലെ 6 മാസം, 1 വർഷം, 2 വർഷം, 10 വർഷം ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ കേസസിൽ എത്ര ലങ് ക്യാൻസർ വന്നു, കൺട്രോൾസിൽ എത്ര ലങ് ക്യാൻസർ വന്നു എന്ന് നമ്മൾ നോക്കിയിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നു. അതാണ് കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത്. കൊഹോർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഗ്രൂപ്പ്, കൊഹോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. യു സ്റ്റഡി ദറ്റ് ഗ്രൂപ്പ് ഓവർ ടൈം ടു ഒബ്സർവ് ദ ഔട്ട്കംസ്. ലൈക്ക് അഗെയിൻ യു ക്യാൻ ടേക്ക് എ കൊഹോർട്ട് ഓഫ് ഒബീസ് ടീനേജേഴ്സ്. സ്കൂളിൽ നിന്ന് നമ്മൾ അവരെ ഒരു കൊഹോർട്ടായിട്ട് നമ്മൾ എടുക്കും. എന്നിട്ട് അവരൊരു 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിൽ എന്തൊക്കെ അസുഖങ്ങൾ, അപ്പോൾ ചൈൽഡ്ഹുഡ് ഒബീസിറ്റിയിൽ എന്തൊക്കെ അസുഖങ്ങൾ വന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആ കൊഹോർട്ടിന്, ആ ഒരു ഫുൾ ഗ്രൂപ്പിനെടുത്ത് നമ്മൾ കൂടുതൽ കാലം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് നോക്കുന്നതാണ് കൊഹോർട്ട് സ്റ്റഡി. ഇനി നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻസ് ആണ് പറയാൻ പോകുന്നത്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പം അറിയാമല്ലോ, നമ്മളൊരു കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഒരു ഫിനോമിനെ പറ്റി ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്നു. അവിടെ നറേഷൻസ് ആണ്, എന്ന് വെച്ചാൽ അവർ ആ സബ്ജക്ട്സ് നമ്മളോട് പറയുന്നതാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അവിടെ നമ്പേഴ്സ് ഒന്നുമില്ല. വി ജസ്റ്റ് ഹാവ് സം നറേഷൻസ് ടു അനലൈസ്. ദെൻ അപ്പോൾ ഇതിനകത്ത് 4 മെയിനായിട്ടുള്ള റിസർച്ച് ഡിസൈൻസ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യത്തെ എന്താണ്? ഫിനോമിനോളജിക്കൽ ഡിസൈൻ. എന്താണ് ഫിനോമിനോളജിക്കൽ ഡിസൈൻ? വി ആർ ട്രൈങ് ടു എക്സ്പ്ലോർ ദ ലിവ്ഡ് എക്സ്പീരിയൻസസ് ഓഫ് പാർട്ടിസിപ്പൻസ്. എന്ന് പറഞ്ഞാൽ അവരൊരു ലൈഫ് ഇവൻറ്റിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അവരുടെ എക്സ്പീരിയൻസസ് പഠിക്കുന്നു. അതാണ് ഫിനോമിനോളജിക്കൽ ഡിസൈൻ. ഫോർ എക്സാമ്പിൾ, സ്ട്രോക്ക് സർവൈവേഴ്സിൽ അവർ ആ ഒരു പോസ്റ്റ് സ്ട്രോക്ക് അവരെന്ത് അനുഭവങ്ങളാണ് അല്ലെങ്കിൽ എന്ത് ലൈഫ് ഇവൻറ്റ്സിൽ കൂടിയാണ് അവർ പോയത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്തു ഒക്കെ പഠിക്കുന്നതാണ് ഫിനോമിനോളജിക്കൽ ഡിസൈൻ. അപ്പോൾ ഇവിടെ കീവേഡ് ഒന്നേ ഉള്ളൂ, ലിവ്ഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഫിനോമിനോളജിക്കൽ സ്റ്റഡീനെ പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ലിവ്ഡ് എക്സ്പീരിയൻസ്, ആ ഒരു വാക്ക് മാത്രം ഓർത്താൽ മതി. രണ്ടാമത്തെ ഡിസൈൻ എന്താണ്? ഗ്രൗണ്ടഡ് തിയറി. ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ അതും ആ ഡിസൈനിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ. നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ തിയറി ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ വി വിൽ ഹാവ് സോ മച്ച് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. വി ട്രൈ ടു അനലൈസ് ഇറ്റ് ആൻഡ് ഡെവലപ്പ് തിയറി അബൌട്ട് സം ഫിനോമിന ഓഫ് ഇൻട്രസ്റ്റ്. മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എത്നോഗ്രഫിക് ഡിസൈൻ. എന്താണ് എത്നോഗ്രഫി? എത്നോഗ്രഫി എന്ന് പറഞ്ഞാൽ കൾച്ചറാണ്. അപ്പോൾ ആ വേർഡിൽ തന്നെ അതിൻ്റെ എന്തിനാണ് ഈ ഡിസൈൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവിടെ തന്നെ ഒളിഞ്ഞിരിക്കുന്നു. നോക്കൂ, എത്നോഗ്രഫിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഗ്രൂപ്പിൻ്റെയും കൾച്ചേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നു, ആൻഡ് ദാറ്റ് ടു ഇൻ ദർ നാച്ചുറൽ സെറ്റിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 വാക്കുകൾ നമ്മൾ ഓർക്കണം, കൾച്ചർ എന്നും ഓർക്കണം, നാച്ചുറൽ സെറ്റിങ്സ് എന്നും ഓർക്കണം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രൈബൽ പീപ്പിളിൻ്റെ ഹെൽത്ത് കെയർ പ്രാക്ടീസസ് നമുക്ക് അസസ് ചെയ്യണം. സോ വാട്ട് വി ട്രൈ ടു ഡു, വി ഗോ ദെയർ, ലിവ് വിത്ത് ദം. അവരിൽ ഒരാളായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോടൊപ്പം കൂടിക്കൊണ്ട് നമ്മൾ അവരുടെ എല്ലാ പ്രാക്ടീസസിനെയും നമ്മൾ അസസ് ചെയ്യുന്നു. സോ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദെയർ കൾച്ചറൽ. അവർക്ക് ചില സ്പെഷ്യലായിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസസും ഉണ്ടാവും ഹെൽത്ത് കെയറിനെ പറ്റി പറയുമ്പോൾ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുകയാണ് നമ്മളുടെ ഇവിടുത്തെ ലക്ഷ്യം. അപ്പോൾ എത്നോഗ്രഫിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റ വാക്ക് ഓർത്താൽ മതി, 2 വാക്കുകൾ ഓർക്കുക. ഒന്ന് കൾച്ചർ, രണ്ടാമത്തത് നാച്ചുറൽ സെറ്റിങ്സ്. ഓക്കെ, ഇനി 4ാമത്തെ ഡിസൈനാണ് ഹിസ്റ്റോറിക്കൽ ഡിസൈൻ ഓർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ പാസ്റ്റ് ഇവൻറ്റ്സിനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് പ്രസൻറ്റ് ട്രെൻഡ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ്റ്റ് ഇവൻറ്റ്സിനെ അനലൈസ് ചെയ്യുക. അതാണ് ഇപ്പം ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ കാലത്ത് ഉള്ള നഴ്സിംഗ്,
അതിനെയൊക്കെ ധാരാളമായിട്ട് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ നോട്ട്സും മറ്റാൾക്കാർ അവരെ പറ്റി റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും അന്നത്തെ കാലത്ത് പബ്ലിക് മീഡിയയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിലും ബുക്ക് റൈറ്റിങ്സിലും ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് ഇന്നത്തെ നഴ്സിങ്ങിനെ, മോഡേൺ നഴ്സിങ്ങിനെ എങ്ങനെ ഇപ്പോൾ പ്രസൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന നഴ്സിങ്ങിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. സോ യു ആർ എക്സാമിനിങ് ദ പാസ്റ്റ് ഇവൻറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ് ട്രെൻഡ്സ്. സോ ജസ്റ്റ് എ ക്വിക്ക് റീക്യാപ്പ്. എക്സ്പെരിമെൻ്റൽ ഡിസൈനിലാണെങ്കിൽ 3 കാര്യങ്ങളുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, റാൻഡമൈസേഷൻ, കൺട്രോൾ ഗ്രൂപ്പ്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നതാണ് റാൻഡമൈസ് കൺട്രോൾഡ് അല്ലെങ്കിൽ ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ്. അടുത്ത് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ ഒന്ന് മിസ്സിംഗ് ആണ്. എന്താണ് മിസ്സിങ്? റാൻഡമൈസേഷൻ ആണ് മിസ്സിങ്. എക്സ്പെരിമെൻ്റൽ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. ഇനി നോൺ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് എന്ന് പറയുന്നതെല്ലാം ഒബ്സർവേഷൻസ് മാത്രം. അവിടെ മാനിപ്പുലേഷൻസും ഇൻ്റർവെൻഷൻസും ഒന്നും ഇല്ല.